നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ TDS ടാക്സ് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കൂടുതലും ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് WazirXന്റെ P2P നമുക്ക് ഏതൊക്കെ രീതി ചെയ്യാം, P2Pക്ക് TDS വരുമോ, WazirXന്റെ അപ്ഡേറ്റും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. ഫസ്റ്റ് നമുക്ക് കോയിൻഡീസിക്സ് ഇപ്പൊ TDSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയ CoinDCX ആണ് ഫസ്റ്റ് ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. WazirX ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു രീതിയിലുള്ള നോട്ടീസോ ബ്ലോഗോ ഒന്നും ഇതുവരെ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. മറ്റൊരു എക്സ്ചേഞ്ച് ഇതുവരെ CoinDCX മാത്രമല്ല, അതിന് BitBNS, WazirX അതുപോലെ തന്നെ മറ്റുള്ള ഒരു എക്സ്ചേഞ്ചും ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് തന്നിട്ടില്ല. ബട്ട് CoinDCXന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് CoinDCXന്റെ അപ്ഡേറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവരുടെ ഒരു ബ്ലോഗായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാട്ട് ഈസ് 1% TDS ഓൺ ക്രിപ്റ്റോ ട്രേഡ് ഇൻ CoinDCX Pro ആപ്പ് ആൻഡ് CoinDCX TDS ഇന്ത്യൻ കാൽക്കുലേഷൻ. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇത് പറയുന്നത് ഫസ്റ്റ് സുപ്രീം കോർട്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു, റൂൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ റൂളിന്റെ ബേസ് ചെയ്തിട്ട് വാസ്റ്റ് ആയിട്ട് പീപ്പിൾസ് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ വന്നു. സോ അങ്ങനെ വന്നതിന് ശേഷം ക്രിപ്റ്റോ ഒരു ലീഗാലിറ്റി ഇന്ത്യ വന്നതിന് ശേഷം ഇതിനൊരു ടാക്സ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. സോ 2022 ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാറാം ഇതിനെക്കുറിച്ചൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എനി വിർച്വൽ ഡിജിറ്റൽ അസറ്റ് ടാക്സ് അറ്റ് റേറ്റ് ഓഫ് 30%. നമുക്കിവിടെ വ്യക്തമായി കാണാം 30% ടാക്സ് വരുന്നു. അതിനെക്കുറിച്ചുള്ള ടോപ്പിക്കും വീഡിയോസും ഒക്കെ ഒരുപാട് പേര് നമ്മൾ പല യൂട്യൂബ് ചാനലുകൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാം TDSനെ കുറിച്ച്. TDS 1% ഓഫ് ചാർജ് ഓൺ പേയ്മെന്റ് മെയ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് വിർച്വൽ അസറ്റ് എബവ് എ സർട്ടൻ മോണിറ്ററി ത്രെഷോൾഡ്. അപ്പോൾ നമുക്ക് 1% TDS ഉണ്ട്. TDS മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, TDS നമുക്ക് റീഫണ്ടബിൾ ആണ്. നമ്മൾ ടാക്സ് ഈ 30% ടാക്സ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ 1% TDS റിട്ടേൺ ആയി കിട്ടുന്നതാണ്. സോ എന്നാൽ പോലും ഇതിന്റെ മെയിൻ റീസൺ 1% TDS ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ലോസ് ആയി പോകുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ട്രേഡ് നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് 1+1 2% അടുത്ത് നമുക്ക് നമ്മുടെ ഇതിൽ നമുക്ക് പോകുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ അസറ്റ് നമ്മുടെ ഇപ്പൊ 1000 രൂപ ഉണ്ടെങ്കിൽ ആ 1000 രൂപയിൽ നിന്ന് 2% നമുക്ക് ഈസി ആയിട്ട് പോകുന്നുണ്ട്. പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മുടെ 1% TDS നമുക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ 1% TDS ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 2% ടോട്ടൽ നമുക്ക് പോകുന്നുണ്ട്. ഒരു ബൈയിലും സെല്ലിലും പോകുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഓർഡറിലാണ്? ഫ്യൂച്ചറിനകത്തുണ്ടോ, മാർജിന്റെ അകത്തുണ്ടോ, സ്പോട്ടിലാണോ, അത് ക്വിക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പല എക്സ്ചേഞ്ചും ക്വിക്ക് ബൈ ഉണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഫണ്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ 1% TDS ഏതൊക്കെ രീതിയിൽ പിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് CoinDCX പ്രോയിലും വെബിലും നമുക്ക് ഇവരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റ് സ്പോട്ട് ബൈയിൽ നമുക്ക് നോ TDS ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോട്ടിൽ ബൈ ചെയ്യുന്നതിന് നമുക്ക് TDS കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ക്വിക്ക് ബൈ ഇൻസ്റ്റന്റ് ചെയ്യുവാണെങ്കിൽ TDS നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസ 1% പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇൻസ്റ്റന്റ് സ്പോട്ട് സെല്ലിൽ നമ്മൾ 1% കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ക്വിക്ക് സെല്ലിലും നമ്മൾ 1% കൊടുക്കണം. അതുപോലെ സ്പോട്ട് ബൈ INR പേരിൽ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ TDS കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ INR പേരിൽ നമ്മൾ സെല്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ 1% കൊടുക്കണം. ഇപ്പോൾ മറ്റൊരു പ്രശ്നം വരുന്നത്, നമ്മൾ സ്പോട്ട് ബൈ വേറൊരു ക്രിപ്റ്റോ, വൺ ക്രിപ്റ്റോ ടു അതർ ക്രിപ്റ്റോ നമ്മൾ ബൈയും സെല്ലും ചെയ്യുമ്പോൾ, ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ INRന്റെ ബിറ്റ്കോയിൻ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ INR വെച്ചിട്ട് ഒരു ബിറ്റ്കോയിൻ വാങ്ങുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യം 1% TDS പോകത്തില്ല. പക്ഷെ നമ്മൾ നോർമലി എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് BTC അല്ലെങ്കിൽ USDT അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേബിൾ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ മജോറിറ്റി ഓഫ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 1% TDS ഒരു ബൈക്കും സെല്ലിനും നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അതാണ് മെയിൻ ഉള്ള പ്രശ്നം. അതുപോലെ മാർജിൻ ലോങ് മാർജിൻ ഷോർട്ടിനും നമ്മൾ 1% TDS കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ ലെൻഡിങ് ആൻഡ് ഏണിങ്സ് TDS ആപ്ലിക്കും. ഉദാഹരണം നമ്മൾ സ്റ്റേക്കിംഗ്, നമ്മളിപ്പോൾ മിക്ക എക്സ്ചേഞ്ചുകളിലും നമുക്ക് സ്റ്റേക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ അങ്ങനെ സ്റ്റേക്കിങ്ങോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ TDS പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പ്രശ്നം വരുന്നത്, നമ്മൾ ഒരു ക്രിപ്റ്റോയിൽ നിന്ന് മറ്റൊരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ആയിട്ടുള്ള ട്രേഡിങ്ങിലാണ് നമ്മൾ ബൈക്കും സെല്ലിനും നമ്മൾ ഒരേ സമയത്ത് നമ്മൾ 1% TDS ആപ്ലിക്കബിൾ ആണ്. സോ പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അവർ തന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവര് ഓരോ രീതിയിൽ TDS ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്നും
ഏതൊക്കെ രീതിയിലാണ് ബൈ സെല്ല് നടക്കുന്നതെന്നൊക്കെയുള്ള വ്യക്തമായിട്ട് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 2% പ്രോഫിറ്റ് പോലും നമ്മൾ ഉണ്ടാക്കുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടാന്നുള്ളത് ഒരു ട്രേഡർക്കേ അറിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ അകത്തുള്ള കുറച്ച് ദൂഷ്യവശങ്ങൾ പറഞ്ഞുതരാം ഏതൊക്കെ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ ടു INR ട്രാൻസാക്ഷൻ അപ്പോൾ നമ്മൾ നടത്തുന്നത് വെച്ചാൽ 1% TDS വിൽ ബി റെഡ്യൂസ്ഡ് ഫ്രം ദി ടോട്ടൽ ട്രേഡ് എമൗണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന 1% TDS വിൽ റെഡ്യൂസ്ഡ് ഫ്രം ദി ടോട്ടൽ ട്രേഡ് എമൗണ്ട് while you sell not to buy. ഓക്കെ, ബ്രോഡ് ബിറ്റ്കോയിൻ വേഴ്സ് 1 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ നമ്മൾ വാങ്ങിച്ചു. സോൾഡ് ഇറ്റ് റുപ്പീസ് 1 ലക്ഷം. TDS റെഡ്യൂസ്ഡ് വിൽ ബി 1000. നമ്മൾ INR വെച്ചിട്ട് ഒരു ബിറ്റ്കോയിൻ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ സെല് ചെയ്യാൻ നേരം നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് TDS റെഡ്യൂസ് ചെയ്യുന്നത് 1000 രൂപയാണ്. യു വിൽ ഗെറ്റ് 1000 രൂപ പോയി കഴിയുമ്പോൾ നമുക്ക് ആ പടം എത്ര കിട്ടും? 999,000 രൂപയാണ് നമുക്ക് ആകെ കിട്ടുന്നത്. ആൻഡ് റുപ്പീസ് 1000 വിൽ ബി ഡിപ്പോസിറ്റ് ആൻഡ് ലോക്ക്ഡ് വിത്ത് ITD, ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ. നമ്മളിവിടെ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. 1% TDS വിൽ ബി reduced from total trade amount when you sell or buy. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ ഫസ്റ്റ് വന്ന കേസിൽ നമുക്ക് ആകപ്പാടെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ മാത്രം സെല് ചെയ്യുന്ന സമയത്തേ പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 1% TDS will be reduced from the total trade amount when you sell or buy. Brought Bitcoin using ETH or USDT from rupees 1 ലക്ഷം. 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇതീരിയോ USDT ആക്കാൻ പോവാം. TDS റെഡ്യൂസ് റുപ്പീസ് 1000. നമ്മൾ ബൈ ചെയ്യാൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി 1000 പോയി. സോ യു ഗെറ്റ് ETH or USD വിത്ത് 99,000 രൂപയുടെ ETH or USDT നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് റുപ്പീസ് 100,000 വിൽ ബി ഡിപ്പോസിറ്റ് ആൻഡ് ലോക്ക്ഡ് വിത്ത് ITD. Then you decide to sell Bitcoin. നമ്മൾ ഇനി സെല് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി ETH or USDT ആക്കണം. The TDS again get reduced at 1% of remaining amount. അപ്പോൾ നമ്മുടെ കയ്യിൽ 99,000 രൂപയെ നമുക്കുള്ളൂ. ആ 99,000 നിന്ന് നമുക്ക് എത്ര പോയി? വീണ്ടും 1% കുറഞ്ഞു കഴിയുമ്പോൾ 990 രൂപ. 990 നമ്മുടെ പോകും. അപ്പോൾ യു വിൽ ഹാവ് 98,010 രൂപ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ആൻഡ് 1990 ലോക്ക്ഡ് നമ്മുടെ അക്കൗണ്ടിൽ ലോക്ക് ആയി പോകണം ITD. സോ വിൽ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രേഡ് വിൽ കംപ്ലീറ്റ്ലി ബൈ ഓർ സെൽ ട്രേഡ് 2% ഓഫ് ട്രേഡ് ക്യാപ് വിൽ ബി ലോക്ക്. നമ്മുടെ ടോട്ടൽ 2% ലോക്ക്ഡ് ആയി പോവാണ്. സോ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ ദ ഫസ്റ്റ് ട്രേഡ് യു സ്റ്റാർട്ട് വിത്ത് ട്രേഡിംഗ് ക്യാപിറ്റൽ ഓഫ് 1000. നമ്മൾ ഒരു 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. ട്രേഡ് ക്യാപിറ്റൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകണം. അത് കോയിൻ 1. അപ്പൊ BTC INR പേരിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ബ്രോഡ് BTC നമ്മൾ 1000 രൂപയ്ക്ക് BTC വാങ്ങിച്ചു. സോൾഡ് അറ്റ് ലോസ്. $500 നമ്മൾ ലോസിൽ നമ്മൾ സോൾഡ് ചെയ്തു. നമ്മുടെ BTC സെല് ചെയ്തു. അപ്പൊ നമ്മൾ വാങ്ങിച്ചത് 1000 രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് 500 രൂപ ലോസ് വന്നു. നമ്മൾ അത് 1% TDS, നമ്മൾ 500 രൂപയുടെ 1% TDS എന്ന് പറയുമ്പോഴേക്കും 5%. അപ്പോൾ എമൗണ്ട് ലെഫ്റ്റ് നമുക്ക് ആകപ്പാട് പിന്നെ ഉള്ളത് നമ്മുടെ 500 ലോസ് പോയി. പിന്നെ നമുക്ക് 5% നമ്മൾ 5 രൂപ 1%, 500ന്റെ 1% 5 രൂപ നമ്മൾ എന്ത് ചെയ്തു? അതും അവർ പിടിച്ചു. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 495 രൂപ. അപ്പോ 30% ടാക്സ് വിൽ പെയ്ഡ്. ഇവിടെ നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ലോസിലാണ്. ദ എമൗണ്ട് റിമെയിൻ 495 രൂപ. നമ്മുടെ 495 രൂപ. നമ്മൾ രണ്ടാമത് സെക്കൻഡ് ട്രേഡ് എടുക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തു കഴിയുമ്പോഴേക്കും സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് നമുക്ക് റുപ്പീസ് 505 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, നമുക്ക് സെക്കൻഡ് ട്രേഡ് നമ്മൾ 505 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണ്. സെക്കൻഡ് കോയിൻ ETH ആയിരുന്നു. ബ്രോട്ട് ETH നമ്മുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ട്? 495. ആ 495 രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് 505 രൂപ പ്രോഫിറ്റ് കിട്ടി. അത് ETH വാങ്ങിച്ചത്. ദ സോൾഡ് പ്രോഫിറ്റ് 1000. 1% TDS. അപ്പോൾ 1000ന്റെ 1% ഇപ്പോൾ 10 രൂപ TDS വന്നു. ദ എമൗണ്ട് ലെഫ്റ്റ് 990. അപ്പോൾ 30% ടാക്സ് നമ്മൾ പേ ചെയ്തു. ഏകദേശം 990 നമ്മൾ 30% ആകുമ്പോൾ 151 രൂപ 50 പൈസയാണ് നമുക്ക് ടോട്ടൽ 30% ടാക്സ് വരുന്നത്. സോ നമ്മുടെ 990 നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടത്
838 രൂപ നമ്മുടെ കയ്യിൽ റിമൈനിങ് ഉള്ളൂ. കാരണം നമ്മൾ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ 838 രൂപ 50 പൈസ നമുക്ക്. ടോട്ടൽ ക്യാപിറ്റൽ റിമൈൻ 838. യു ആർ ലോസ് ഓഫ് 151.5 rupees 50 locked as TDS. This is not include trading fee. ഇതിനകത്ത് ട്രേഡിംഗ് ഫീ GST ഒന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് പറഞ്ഞ പ്രശ്നം വെച്ചാൽ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ആദ്യത്തെ ട്രേഡ് നമ്മൾ പകുതി ലോസ് വിറ്റ് സെക്കൻഡ് ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ആക്കിയാൽ പോലും നമുക്ക് വീണ്ടും ഇവിടെ 151 രൂപ അടുത്ത് വീണ്ടും ലോസിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടെ ഈ ഒരു സിനാരിയോയിലുണ്ട്. സോ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ഓഫ് 51,000. അപ്പൊ 51,000 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 69 ട്രേഡ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ 69 ട്രേഡ് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മുടെ 50% ഓഫ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ലോക്ക്ഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു വർഷം കൊണ്ട് നമ്മൾ എന്തായാലും ഒരു എങ്ങനെ കളിച്ചാലും 69 കൂടുതൽ ട്രേഡ് എടുക്കും. അതിന്റെ ഒരു സിനാരിയോ പോകുന്നത് ഇങ്ങനെ. ട്രേഡ് നമ്പർ 1 51,000 നമ്മൾ ട്രേഡ് ചെയ്തിട്ടു, നമുക്ക് 51,000 രൂപ ലെഫ്റ്റ് ഉണ്ട്. സോ അതിന്റെ TDS പോകുന്നത് 510 രൂപ. ക്യാപിറ്റൽ ലോക്ക് 1% ലോക്കായി. അതുപോലെ ഈ 510 രൂപ ലോക്ക് ആയി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളുള്ളത് 50,490 രൂപയാണ്. സോ നമ്മുടെ 50,490 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ ബൈയും സെല്ലും ചെയ്ത് കഴിയുമ്പോഴേക്കും 1,015 രൂപ ലോക്കായി. അങ്ങനെ 2% 1.99% ലോക്കായി, ടോട്ടൽ ലോക്കായി. സോ മൂന്നാമത് പിന്നെ ആ 1,015 നമുക്ക് വീണ്ടും 49,985 രൂപ നമുക്ക് ടോട്ടൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ളൂ, ക്യാപിറ്റൽ ലെഫ്റ്റ് ഉള്ളൂ. ഇവിടെ നമ്മൾ TDS ലോക്കൽ TDS എന്ന് പറയുമ്പോഴേക്കും 1,515 2.95% നമ്മൾ ലോക്കഡ്. അങ്ങനെ 69 ട്രേഡ് നമ്മൾ ഏകദേശം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ലോക്കഡ് ആയി കിടക്കുന്ന ബാലൻസ് 25,508 രൂപയാണ്. സോ 50% ഓഫ് പെർസെന്റേജ് ലോക്കഡ് ആണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഈ ഒരു സിനാരിയോക്കകത്തുണ്ട്. സോ എന്തായാലും ഈ മറ്റുള്ള എക്സ്ചേഞ്ച്, ഇന്ത്യക്ക് വെളിയിലുള്ള എക്സ്ചേഞ്ചുകളൊന്നും ഇതുവരെ TDSനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇത് എത്രമാത്രം TDSനെ ആൾക്കാർ എത്രമാത്രം ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല. കൂടുതൽ പേര് ഡെക്സിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നല്ല രീതിയിലുള്ള മാറ്റം ക്രിപ്റ്റോയ്ക്കകത്ത് വരുമെന്ന് പറഞ്ഞത് ഇത്രമാത്രമുള്ള മാറ്റം ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. സോ എന്തുകൊണ്ടും ടാക്സ് പേ ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റത്തില്ല. ടാക്സ് നമ്മൾ പേ ചെയ്തേ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള അതിനും 100x തന്നെ അടുത്തുള്ള ഫൈൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇവര് ഈടാക്കിയെന്ന് വരും. സോ ഇത്രമാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് TDSനെ കുറിച്ച് പറഞ്ഞു, വളരെ ഒരു ബ്രീഫായിട്ട് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 1% TDS നമ്മളെ എത്രമാത്രം ബാധിക്കുന്നുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് WazirX P2P, WazirXന്റെ അപ്ഡേറ്റും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഹൗ ടു യൂസ് WazirX P2P ഒരുപാട് പേര് ടോപ്പിക്ക് ചെയ്തതാണ്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും എങ്ങനെയാണ് P2P ട്രേഡ് ചെയ്യുന്നത്. കാരണം മജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പം USDT ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്, പല എക്സ്ചേഞ്ചുകളിൽ ഇപ്പം ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് മജോറിറ്റി ഓഫ് ആൾക്കാരും ചോദിക്കുന്നത് P2P എങ്ങനെ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് P2Pയുടെ ഈ ഒരു ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ഇടുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് P2P വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. P2P നിങ്ങൾക്ക് അറിയാം, പിയർ ടു പിയർ 24 hours വർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ബൈനാൻസ് ഏകദേശം നമ്മുടെ UPIയുടെ ലിമിറ്റ് നമുക്ക് ഒരു ദിവസം എത്രയാണ്. പല ആൾക്കാർക്ക് പല രീതി, ചിലർക്ക് 1 ലക്ഷം വരെയുണ്ട്, ചിലർക്ക് 50,000 ഉണ്ട്, ചിലർക്ക് 25,000 ഉള്ളൂ. അങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ആ ഒരു പവർ അനുസരിച്ചിരിക്കും. 0 ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 20,000 25,000 രൂപ മാത്രമേ ഇടാൻ പറ്റൂ. സോ നമുക്ക് P2P നമുക്ക് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ WazirX ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ, മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ P2Pന്റെ അകത്ത് നമുക്ക് P2P ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്ചേഞ്ചിന്റെ അവിടെ P2P എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ P2P എന്ന ഓപ്ഷന്റെ അകത്ത് പോവാം. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. മൊബൈലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് കോൺസെൻട്രേറ്റ് പറഞ്ഞത്. P2P എടുക്കുക, P2Pക്കകത്ത് INR ഇത് P2P എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെയാണ് ഈ P2P നെറ്റ്വർക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ എത്ര രൂപയ്ക്കാണ് നമുക്ക് P2P നമുക്ക് ബൈ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മിനിമം ബൈ എമൗണ്ട് ഷുഡ് ബി മോർ ദാൻ 40.5 USDT, $15 മുകളിലെങ്കിലും ഫസ്റ്റ് നമ്മൾ ഒരു P2P എങ്കിലും ഓർഡർ നമ്മൾ ചെയ്യണം. ആഡ് ക്ലിക്ക് ആൻഡ് ആഡ് പ്രിഫറൻസ് സെല്ലർ ഓപ്ഷൻ, ആഡ് പ്രിഫറൻസ് ബയർ ഓപ്ഷൻ ടാപ്പ്
യു ക്യാൻ ആഡ് XID. XID എന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്ന വ്യക്തിയോ അവരോടൊക്കെ ഒരു XID ഉണ്ടെങ്കിൽ അവർ USDT സെൽ ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ അവരെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഡ് പ്രിഫറൻസ് സെല്ലർ ഓപ്ഷൻ എന്നുള്ളത്. അവിടെ XID നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ XID കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നമുക്ക് USDT വാങ്ങാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കലി പോയി സെർച്ച് ചെയ്ത് തന്നെ എടുക്കുന്നതിന് ഏകദേശം ഈ ഒരു രീതി നമ്മൾ ഇപ്പോൾ കൊടുക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓർഡറിലാണ് USDT സെൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ പ്രൈസിന് USDT സെൽ ചെയ്യാൻ കിടക്കുന്നു, എത്ര ക്വാണ്ടിറ്റി സെൽ ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു P2P എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ബൈ സെൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് P2P വാങ്ങിക്കാനാണെങ്കിൽ USDT വാങ്ങാനാണെങ്കിൽ നമുക്ക് ബൈ എന്ന് കൊടുക്കുക. ബൈ എന്ന് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ വരും. ഇതൊന്ന് വായിച്ചത് മിനിമം എമൗണ്ട് $15 വേണം. ആഡ് പ്രിഫറൻസ് XID നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ വൺസ് യു ക്ലിക്ക് ദ ബൈ ബട്ടൺ യു വിൽ ഹാവ് ഓൺലി 10 minutes ടു സെലക്ട് ദ പേയ്മെന്റ്. നമ്മൾ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് ഉള്ളൂ. ഓൺ ദി ബാക്ക് എൻഡ് WazirX is automatically match your seller in case when you prefer XID is not added. നമ്മൾ XID കൊടുത്തില്ലെങ്കിൽ WazirX ഓട്ടോമാറ്റിക്കലി തന്നെ സെലക്ട് ചെയ്യും. സ്റ്റെപ്പ് 4 വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ബൈ ഓർഡർ. നമുക്ക് ഇവിടെ ഒരു 1191 രൂപ 70 പൈസയാണ്. നമ്മൾ 14.99 USD, ഒരു 15 USDT അയക്കാൻ വേണ്ടി പോയപ്പോൾ വന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 1190. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് UPI നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് IMPS സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള നമുക്ക് ഏതെങ്കിലും ഓർഡർ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഓക്കെ ആണ്, ഫണ്ട് സെൻഡ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഇഫ് ഇൻ ദിസ് കേസ് ബൈ ഓർഡർ യു ഗെറ്റ് എക്സ്ട്രാ 60 minutes ടു കംപ്ലീറ്റ് പേയ്മെന്റ് ഇഫ് യു കൺഫേം ടു പേ ഫോർ യുവർ ഓർഡർ. നമ്മൾ പേ ചെയ്യാൻ കൺഫേം ആക്കി നമുക്ക് 60 മിനിറ്റ് കിട്ടും. However, there will be penalty for not paying after click X I will pay. നമുക്കൊരു I will pay എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു ബോക്സിനകത്ത് കാണുന്ന സാധനം നമ്മൾ I will pay എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പൈസ അയച്ചുള്ള ഒരു പെനാൽറ്റി ഉണ്ട്. മിനിമം പെനാൽറ്റി വിൽ ബി 10 USDT or 1.2% of trade value whichever is higher. Okay. The false confirmation can lead to locking of your account. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. യെസ് ഐ വിൽ പേ എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ട് അയക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ നമ്മൾ ഫണ്ട് അയച്ചില്ലെങ്കിൽ നമുക്ക് ഇതൊരു പെനാൽറ്റി ഉണ്ട്. $10 അല്ലെങ്കിൽ 1.2% ഓഫ് ട്രേഡ് വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പേയ്മെന്റ് റിമാർക്ക് ചിലവർക്ക് കൊടുത്തിട്ടുണ്ട്. 3F നമ്മൾ പേയ്മെന്റ് റിമാർക്ക് ചെയ്യണം. നമ്മുടെ അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ അയച്ചത് കൃത്യ എമൗണ്ട് നമുക്ക് എത്രയാണോ കൃത്യ എമൗണ്ട് അയക്കേണ്ടത് 1272 നമ്മൾ കൃത്യ എമൗണ്ട് അയക്കുക. അയച്ചതിന് ശേഷം നമ്മൾ അയച്ചതിന്റെ റെസിപ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് I have paid എന്ന് കൊടുക്കുക. സോ വൺസ് യു ഓർഡർ കൺഫേം ദ പേയ്മെന്റ് ദ സെല്ലർ വിൽ ഹാവ് കൺഫേം ദ റെസിപ്റ്റ്. അങ്ങനെ സെല്ലർ ഒരു റെസിപ്റ്റ് വരും, കൺഫർമേഷൻ റെസിപ്റ്റ് വരും. സോ സെല്ലർ കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ ഫണ്ട് ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ വരുന്നതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു P2P മെത്തേഡ്. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് IMPSും UPI മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഫണ്ടിന്റെ ലിമിറ്റ് നമുക്ക് എത്രയാണോ ആ ലിമിറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, TDS നെ കുറിച്ചും P2P യെ കുറിച്ചും. ഈ P2P ചെയ്യുന്നതിന് നമുക്ക് TDS ഒന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. കാരണം ഒരു ക്രിപ്റ്റോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ വാങ്ങിച്ചു കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ ഫണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ എന്തായാലും ഫണ്ട് ആഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഫണ്ട് ആഡ് ചെയ്യാം. INR നമ്മൾ USDT വാങ്ങിച്ചു കഴിയുമ്പോഴേ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ പെട്ടുവരാനുള്ള പല ഓപ്ഷൻസും പല കാലത്ത് തെളിഞ്ഞു വരും. സോ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്ത് എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.